യുവരാജ് ഗോകുൽ ജനവിധിയെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തരുന്ന ഒരു ജനവിധിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ജനം ടി വി മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റൊരു ചാനലുകളും തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്ന് വിളിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിളിക്കാൻ കഴിയുന്ന മുംബൈയിൽ നടന്നിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ഒരു ചാനലുകളും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനം ടി വി വിഷയം ഏറ്റെടുത്തതിനകത്തല്ല, ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതിനകത്ത് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആദ്യമേ അതുകൊണ്ട് തന്നെ ജനം ടി വി അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നോക്കൂ, മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. മുംബൈ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. ആ മുംബൈ കോർപ്പറേഷൻ ഏതാണ്ട് 3 പതിറ്റാണ്ടുകളായിട്ട് ശിവസേന താക്കറെ കുടുംബത്തിൻ്റെ കയ്യിൽ മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് അതിനൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് മഹാരാഷ്ട്ര ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുകയാണ്, NDA ഭരിക്കുകയാണ്. ആ ഭരണം കണ്ടിട്ടുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കണ്ടിട്ടുള്ള മാറ്റം, ആ മാറ്റം തന്നെയാണ് തീർച്ചയായിട്ടും നഗരസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കും വന്നിരിക്കുന്നത്. മുംബൈയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ ആകമാനം നടന്നിരിക്കുന്ന 29 കോർപ്പറേഷനുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ കിട്ടുന്ന വിവരങ്ങളനുസരിച്ചിട്ട് ആ 29-ൽ 26 BJP തന്നെയാണ് ലീഡ്, അല്ലെങ്കിൽ NDA തന്നെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരർത്ഥത്തിൽ കൂടി ഈ വിജയത്തിനെ നമ്മൾ നോക്കിക്കാണേണ്ടതുകൊണ്ട് അതൊരു സദ്ഭരണത്തിൻ്റെ വിജയം എന്നുള്ളത് മാത്രമല്ല, ഉപദേശീയത എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സിനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ദേശീയതയെ തുരങ്കം വയ്ക്കുവാനും, ഭാരതത്തിൽ എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി തന്നെയാണ് വിഘടനവാദം നടത്തുവാൻ ശ്രമിക്കുന്നവർക്കുമുള്ള മുഖമടച്ചിട്ടുള്ളൊരു മറുപടി കൂടിയാണിത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ ഇങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെയുണ്ട്. തലയെടുപ്പും തലപ്പൊക്കവും ഒക്കെ ഉള്ള നേതാക്കളുണ്ട്. ഏതൊരു സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള നേതാക്കൾ പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാറുമുണ്ട്. തമിഴ്നാട്ടിൽ ജനിച്ചു പോയ ഒരാൾ എന്നുള്ളത് കൊണ്ട് മാത്രം അണ്ണാമലയെ പോലുള്ള ഒരാൾ മഹാരാഷ്ട്രയിലെ ക്യാമ്പയിനിങ്ങിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇവിടത്തേക്ക് വരേണ്ടുന്ന ആളല്ല എന്നുള്ള തരത്തിലുള്ള ക്യാമ്പയിനൊക്കെ നടത്തുന്ന, അത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ എല്ലാം നടത്തിയവർക്കുള്ള തീർച്ചയായിട്ടുമുള്ള ഒരു മറുപടി തന്നെയാണ്. അണ്ണാമലൈ പറഞ്ഞതുപോലെ തന്നെ മുംബൈ എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര നഗരമാണ്. ആ അന്താരാഷ്ട്ര നഗരം മഹാരാഷ്ട്രയിലിരിക്കുന്നു, ഭാരതത്തിലിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. മുംബൈയും മഹാരാഷ്ട്രയും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഛത്രപതി ശിവജിയുടെ നാടാണ്. തീർച്ചയായിട്ടും ആ നാടിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിജയം തന്നെയാണ്. ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണും നമ്മുടേത്, എല്ലാവരുടേതുമാണ്. അപ്പോൾ ഉപദേശീയത പോലെയുള്ള വിഘടനവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നവർക്ക് ഇനി അത് ഏതാണ്ട് അവശേഷിച്ചിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ്. ഇത്രയും കാലം അത് കേരളത്തിലൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചില നമ്പർ 1 ക്യാമ്പയിനുകളൊക്കെ നടത്തി കേരളത്തിലും അത്തരം സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പരാജയപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്യാമ്പയിനുകൾക്കുമുള്ള ഒരു മറുപടി തന്നെയാണ് മഹാരാഷ്ട്രയിലെ വിജയം. ശരി.